കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മഹിളാ മോർച്ച മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറം സെൻട്രൽ ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. മലപ്പുറം സെൻട്രൽ ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവസരത്തെയും അവകാശത്തെയുമാണ് പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെടുത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മഹിളാ മോർച്ച പറഞ്ഞു. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്താനുള്ള നിഗൂഢത പ്രതിപക്ഷം വെളിപ്പെടുത്തണം. മഹിളാ മോർച്ച സെൻട്രൽ ജില്ലാ കമ്മിറ്റി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മലപ്പുറം സെൻട്രൽ ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ബില്ല് പാസാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തിപരമായും എല്ലാ എംപിമാരോടും ഓർമ്മപ്പെടുത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 6 പതിറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസുകാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നരേന്ദ്രമോദിജി 2023 വനിതാ സംവരണ ബിൽ പാസാക്കിയത്. വീണ്ടും പറയുകയാണ്, ഈ ബില്ലിലുള്ള നിഗൂഢത എന്താണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മഹാരാജ്യത്തിലെ വനിതകളോട് വെളിപ്പെടുത്തേണ്ടതുണ്ട്. 2023 നിയമനിർമ്മാണം മുഖേന അടുത്ത സെൻസസ് 2026 ശേഷം 2027 സംഭവിക്കാൻ പോകുന്ന സെൻസസ് അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷനും അതിനെ തുടർന്ന് സ്ത്രീകൾക്ക് 33 സംവരണവും എന്നതായിരുന്നു തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. 2027 ജനസംഖ്യാ നിർണയം അല്ലെങ്കിൽ സെൻസസ് നടക്കുന്നതെങ്കിൽ അതിനെ തുടർന്ന് ഡീലിമിറ്റേഷൻ പ്രോസസ് അതിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ ഏറെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് വെച്ചത്. ഇതുകൊണ്ട് സത്യത്തിൽ നമുക്ക് കേരളത്തിലുള്ളവർക്കാണെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോ പരാജയപ്പെട്ടതിനെ തുടർന്ന് നമുക്കുള്ള സീറ്റുകളൊക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഈ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സ്ത്രീ സംവരണം നാരീശക്തി വന്ദന അധിനിയം നടപ്പിലാക്കാൻ കഴിയാതെ വരികയും 2029 പോലും നമ്മുടെ രാജ്യത്തെ ശക്തരായ പ്രബലരായ വനിതകൾക്ക് രാജ്യത്തെ 50% മഹിളകൾ അവസരം ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത്. ഭാരവാഹികളായ അശ്വതി ഗുപ്തകുമാർ, ഷൈദ കൊണ്ടോട്ടി, ധന്യ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.